ഹേ ഗൈസ്, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ജസ്റ്റ് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് വരെ പോവാം. എന്നെ കാത്ത് അശ്വിൻ അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കാസർഗോഡ് നിന്ന് ഇറക്കിയ അശ്വിൻ. നമ്മൾ രണ്ടുമാണ് ഒരേ ടൈമിൽ ഇവിടെ ജോലിക്ക് കയറി. നമ്മളൊന്നും മേടിക്കാനില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ ഇറക്കി ഇറക്കി പോകാറുണ്ട്. എന്നിട്ട് അവിടുത്തെ സാധനങ്ങളെ വിലയൊക്കെ നോക്കി ചുമ്മാ കറങ്ങി നടക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. അതിലിപ്പോ പെരുമഴ ആയതുകൊണ്ട് തന്നെ റെയിൻകോട്ടൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്നപ്പോഴാണ് നമ്മൾ ഈ ഐറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. ടോയ് കാർസിന്റെ ഒരു വൻ കളക്ഷൻ. എല്ലാ ബോയ്സിന്റെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പോർഷെ 911 ആണിത്. അടിപൊളി ക്വാളിറ്റിയും കാണുന്നതിന് എന്ത് ക്യൂട്ട് സാധനം. അതുപോലെ തന്നെ എല്ലാ ടെറൈനുകളുടെയും രാജാവായ ബ്രാബസ് എഡിഷൻ ജി വാഗൺ. ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും നന്നായിട്ടുള്ളൊരു അടിപൊളി വണ്ടി. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. നല്ല രസമുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡൈകാസ്റ്റ് കാർസ് കളക്ഷൻ ഇവിടെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇടക്കാലത്ത് എന്റെ ഫേവറേറ്റ് ലിസ്റ്റ് കയറിയ ഒരു ഐറ്റമാണ് ഈ ട്രെയിലേഴ്സ്. നമ്മുടെ വെയർ ഹൗസിൽ എന്നും വരാറുള്ള ഐറ്റം. അതുപോലെ തന്നെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന തരത്തിലുള്ള എല്ലാ മോഡൽ കാർസും ഇവിടെ ഉണ്ട്. ചിറക് വിരിക്കാൻ പറ്റുന്ന ജിറ്റിപമാനം, ജോൺ വിക്കിന്റെ മസ്താങ് ഉണ്ട്. ഈ ഹുക്ക് അത്യാവശ്യമായിരുന്നു, അത് മേടിക്കണം. പിന്നെ ഇവിടെ ഉപ്പിലിട്ട വെജിറ്റബിൾസ് ഉണ്ട്. രണ്ടിൽ കിടന്ന പഴമൊക്കെ 7. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ബാക്കി ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനെയൊക്കെയാണ്. ഇതെന്ത് പച്ചക്കറിയാണെന്നൊരു പിടിയില്ല. ഒരു ഏത്തമ്പഴത്തിന് 2.80. നാട്ടില് 70 രൂപ ഒരു പഴത്തിന്. പശും പറയണ അതിനേക്കാൾ നല്ലത് ഈ പഴത്തിന്റെ സോപ്പ് വാങ്ങിച്ച് കുളിക്കുന്നതാണ്. ഇവിടെ എല്ലാ ഫ്രൂട്ട്സിന്റെയും സോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ വാഷിംഗ് ലിക്വിഡ് മേടിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. അവന്റെ കയ്യിൽ ഹുക്കുണ്ട് ഗൈസ്. അങ്ങനെ വഴിക്കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ ഒരു ക്യാമ്പുകൾ കാണുമ്പോഴാണ് നമ്മുടെ ക്യാമ്പിന്റെ വില മനസ്സിലാവുന്നത്. അത് കൊട്ടാരം തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം റൂം എത്തി ഗൈസ്. അങ്ങനെ ഗ്രൗണ്ടിൽ കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ മെയിൻ ഐറ്റം. പക്ഷെ ഇവിടെ ആളെ അത്ര കാണാറില്ല. അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിയും കണ്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. അപ്പൊ ബാക്കി നാളെ.